ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങാറായല്ലേ? എല്ലാവരും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ് ബേസിക് സയൻസിൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആസ്പദമായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നീതൂസ് ക്ലാസ് റൂം ചാനൽ വിസിറ്റ് ചെയ്താൽ അതിലൊരു പ്ലേ ലിസ്റ്റിൽ 5th ബേസിക് സയൻസിൽ നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും എക്സാമിനുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് വായിക്കുക. എല്ലാത്തിലും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? അതൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരും കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. The seeds of plants are distributed to various places. As a result, different plants are found in one region and the same plant can be found in various regions. Plants use several methods for seed dispersal. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്? സീഡ് ഡിസ്പേഴ്സൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ സീഡ്സ് പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു റീജിയനിൽ തന്നെ, ഒരു സ്ഥലത്ത് നമുക്ക് പലതരത്തിലുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റും. അതേപോലെ ഒരേ പ്ലാന്റിനെ നമുക്ക് പല ഏരിയാസിലും പല റീജിയൻസിലും കാണാനും വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് സീഡ് ഡിസ്പേഴ്സൽ. ആൻഡ് സീഡ് ഡിസ്പേഴ്സലിന് പല മെത്തേഡുകളും ഉണ്ട് അല്ലേ? പല പ്ലാന്റ്സിനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ വിച്ച് വൺ ആർ ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബേർഡ്സ് വഴി ഡിസ്പേഴ്സ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊക്കെയാണ് നോക്കൂ. കോക്കനട്ട്, ഗുവ, ലേഡീസ് ഫിംഗർ. ഇതിൽ കോക്കനട്ട് എങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്യണത്? ത്രൂ വാട്ടറിൽ പഠിച്ചതാണ് അല്ലേ? ത്രൂ വാട്ടറിന് എക്സാമ്പിളായിട്ടാണ് കോക്കനട്ട് പഠിച്ചത്. ലേഡീസ് ഫിംഗർ ആണെങ്കിലോ ബൈ എക്സ്പ്ലോഷൻ ആയിരുന്നു, പൊട്ടിത്തെറിച്ചിട്ടുള്ള ഇതിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചതെന്നാണ് ലേഡീസ് ഫിംഗർ. അതിൽ ഓപ്ഷൻ ഏതാ വരിക? ഉത്തരം ഏത് വരും? ബി, ഗുവ. ബേർഡ്സ് ഒക്കെ തിന്നുന്നത് ഏതാ? അതിൽ കോക്കനട്ട് ബേർഡ് തിന്നോ? ലേഡീസ് ഫിംഗർ ബേർഡ് തിന്നോ? ഇല്ല. ബേർഡ്സ് കഴിക്കുന്നത് ഏതാ ഉള്ളൂ? ഗുവ, പേരയ്ക്ക അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ സീഡ് ഡിസ്പേഴ്സൽ. ഇതേപോലൊരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, വേറൊരു ഷേപ്പിൽ അല്ലേ? അപ്പോൾ ഇതും അതേ സെയിം തന്നെയാണ്, ബട്ട് ഒന്ന് ഷേപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? മുകളിൽ 4 മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഉണ്ട് ആൻഡ് താഴെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് വിൻഡ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കൊടുത്തിട്ടില്ല, മൂന്നാമത്തെ വാട്ടർ, ദെൻ ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്, എക്സ്പ്ലോഷൻ്റെ തന്നെ. അതിൽ എ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ എ ഏതാ? വിൻഡിൻ്റെ ഇപ്പുറത്തുള്ള സെക്കൻഡ് കോളം അല്ലേ? അപ്പോൾ അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നോക്കൂ. മാംഗോയും മലബാർ പ്ലമ്മുമാണ് അല്ലേ? മാങ്ങയും ഞാവൽപ്പഴമാണ്. അപ്പോൾ അത് രണ്ടും ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ എയിൽ നമുക്ക് എന്തെഴുതാം? അനിമൽസ് എഴുതാം അല്ലേ? ബൈ അനിമൽസ് ആണ് മാംഗോയും മലബാർ പ്ലമ്മും, അതെഴുതാം. എ ഈസ് ഓക്കെ. ദെൻ ബി, വിൻഡിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നതിന് എക്സാമ്പിൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, മിൽക്ക് വീഡ് പാപ്പസ്. ദെൻ ഒരെണ്ണം കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ബി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. മേപ്പിളോ ഡാൻഡിലിയോൺ, ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ദെൻ സി നോക്കൂ. വാട്ടറിലൂടെ ഡിസ്പേഴ്സ് ചെയ്യണത് അല്ലേ? വെരി ഈസി. ഏതെഴുതാം നമുക്ക്? കോക്കനട്ട് തന്നെ എഴുതാം. ദെൻ ലാസ്റ്റ് വൺ ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്, പൊട്ടിത്തെറിച്ച് പോകുന്നതിൽ ഏതാ? ഒരെണ്ണം കോട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ നമുക്ക് എഴുതാം ലേഡീസ് ഫിംഗർ എഴുതാം, കോമൺ ആയിട്ടുള്ളത് ലേഡീസ് ഫിംഗർ എഴുതാം, റബ്ബർ എഴുതാം, അതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈസി അല്ലേ? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ഗ്രീൻ ഗ്രാം, mango, coconut and bamboo.
4 പ്ലാന്റ്സിൻ്റെ ലീവ്സും അതിൻ്റെ റൂട്ട് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് പിക്ചർ അല്ലേ. ഏതിൻ്റെയൊക്കെയാണ്? ഗ്രീൻ ഗ്രാം ചെറുപയറിൻ്റെ, ദെൻ മാംഗോ മാവിൻ്റെ, കോക്കനട്ടിൻ്റെ ആൻഡ് ബാംബു മുളയുടെ അല്ലേ, ഇത് കൊടുത്തിട്ടുണ്ട്. സോ ആ പിക്ചർ ഒന്ന് നോക്കി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാ? വീനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ഇമേജ് ആൻഡ് ഐഡൻറ്റിഫൈ 2 പ്ലാന്റ്സ് വിത്ത് ദ സെയിം വീനേഷൻ പാറ്റേൺ. അപ്പോൾ അതിൽ മൊത്തം 4 പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിൽ സെയിം വീനേഷൻ പ്ലാന്റ്സ് വരുന്ന ഏതെങ്കിലും 2 പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒരു ജോഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഗ്രീൻ ഗ്രാമും മാംഗോയും ഒരേ സെറ്റിൽ വരും അല്ലേ. അതേപോലെ കോക്കനട്ടും ബാംബു വേറൊരു സെറ്റായിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഗ്രീൻ ഗ്രാമിലും മാംഗോയിലും ഏത് വീനേഷനാണ്? റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. കോക്കനട്ടിലും ബാംബുവിലും ഏതാണ്? പാരലൽ വീനേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതാം. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വീനേഷൻ പാറ്റേൺസ് ആൻഡ് റൂട്ട് സിസ്റ്റം ഫോർ ഈച്ച് പ്ലാന്റ്. ഇതിൽ ഈ ടേബിൾ ഫില്ല് ചെയ്യാം. അപ്പോൾ ഓരോന്നിലും പ്ലാന്റിൻ്റെ പേര് നോക്കിയിട്ട് അതിലുള്ള ടൈപ്പ് ഓഫ് വീനേഷനും റൂട്ട് സിസ്റ്റവും എഴുതാം. ഗ്രീൻ ഗ്രാമിൽ ഏതാണ്? റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. സോ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ റൂട്ട് സിസ്റ്റം ഏതായിരിക്കും? ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ദെൻ മാംഗോയിൽ ഏത് ടൈപ്പ് വീനേഷനാണ്? അതിലും റെറ്റിക്കുലേറ്റഡ് ആണ്. സോ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് ആയിരിക്കും. കോക്കനട്ടിലോ വീനേഷൻ പാരലലാണ്. ദെൻ റൂട്ട് സിസ്റ്റം അപ്പോൾ ഏതായിരിക്കും? ഫൈബ്രസ് ആയിരിക്കും. ദെൻ ബാംബൂലാണെങ്കിൽ ടൈപ്പ് ഓഫ് വീനേഷൻ പാരലലാണ്, റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ, ആ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഓരോന്നും ഞാൻ വീനേഷൻ എന്താ, റൂട്ട് സിസ്റ്റം എന്താണെന്നുള്ളത് പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഈ ഭാഗത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് സയൻസ് ചാപ്റ്റർ ക്ലാസ് 5ൻ്റെ ബേസിക് സയൻസ് ഒരു ഫോൾഡറിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കാണാൻ പറ്റും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംശയമുള്ള ഏരിയ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഈസി അല്ലേ, എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? കോൺസ്റ്റലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ചാപ്റ്ററിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇമേജ് 1ഉം ഇമേജ് 2ഉം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ ഇമേജ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റലേഷൻസിൻ്റെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇമേജ് 1 ഏതാണ്? ദ ഹണ്ടർ അല്ലെങ്കിൽ ഓറിയോൺ, അതാണ് ഇമേജ് 1. ദെൻ സെക്കൻഡോ സപ്തർഷീസ് ആണ് അല്ലേ, അതാണ് സെക്കൻഡ് 1. അപ്പോൾ അത് ഈസി ആയിട്ട് എഴുതാം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് മന്ത് ക്യാൻ ദ കോൺസ്റ്റലേഷൻ ഇൻ ഇമേജ് 1 ബി സീൻ ഇൻ ദ സ്കൈ. ഇമേജ് 1 ഏത് മാസത്തിലാണ് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുക? പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, ഡിസംബർ മാസത്തിലാണ് ഏത് കാണാൻ പറ്റുക? ഇമേജ് 1 കാണാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലേ. ദെൻ ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി സീൻ ക്ലിയർലി ഇൻ ഇമേജ് 2. അതായത് ഇമേജ് 2ൽ എത്ര സ്റ്റാർസിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. സപ്തർഷീസ് എന്നാണ് പേര് തന്നെ അല്ലേ, 7 സ്റ്റാർസാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് വിത്ത് സ്കൈ വാച്ചിങ്. സ്കൈ വാച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളുടെ പേര്. നിങ്ങൾക്ക് സ്കൂളിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കൈ വാച്ചിങ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ പേര് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സോഫ്റ്റ്വെയർ, കെ സ്റ്റാറും സ്റ്റെല്ലേരിയവും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന് നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പ്ലാൻസ് മെനി സ്പേസ് മിഷൻസ് ലൈക്ക് ചന്ദ്രയാൻ. അപ്പോൾ ISRO, നമ്മുടെ സ്പേസ് ഓർഗനൈസേഷനായിട്ടുള്ള ISRO എന്ത് നടത്തിയിട്ടുണ്ട്? കുറേ സ്പേസ് മിഷൻസ് നടത്തിയിട്ടുണ്ട്, ലൈക്ക് ചന്ദ്രയാൻ അല്ലേ. അപ്പം
അതിൽ നമ്മളിത് റൈറ്റ് സൈഡിലെ ടേബിൾ നോക്കൂ, അതിൽ മിഷനും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കാണുമ്പോൾ നമുക്ക് മിഷൻ്റെ പേരറിയാം. അപ്പോൾ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വരിക? മാസ് എക്സ്പെഡിഷന് വേണ്ടി അയച്ചിട്ടുള്ള മിഷൻ്റെ പേരെന്താണ്? മംഗൾയാനാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? മംഗൾയാൻ. ദെൻ ആദിത്യ L1 എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചത്? സണ്ണിനെ കുറിച്ച്. അപ്പോൾ ഏതാണ്? സോളാർ എക്സ്പെഡിഷനാണ് ബി വരിക. സോ അതാണ് എ ക്വസ്റ്റ്യൻ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. സ്പേസ് സ്റ്റേഷൻസ് ആർ ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പേസ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹു ഗോ ടു സ്പേസ് സ്റ്റേഷൻസ്. അപ്പോൾ സ്പേസ് സ്റ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലബോറട്ടറി, സ്പേസിൽ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ലബോറട്ടറിയാണ്. അവിടെ എന്തുണ്ടാവും? സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും. അവരവിടെ ഇരുന്നു കൊണ്ട് സ്പേസിനെ കുറിച്ച് പഠിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ സ്പേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അവിടെ എത്തുന്ന സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്? സ്പേസിൽ, ഭൂമിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് സ്പേസിൽ ഇല്ലാത്തത്? നോ എയർ, നോ ഗ്രാവിറ്റി, നോ ലൈറ്റ്. ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് ഉത്തരങ്ങൾ എന്തൊക്കെ എഴുതാം? നോ എയർ, നോ ഗ്രാവിറ്റി, നോ ലൈറ്റ്, അതൊക്കെ നമുക്ക് പറയാം. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. ദ മൂൺ ഈസ് ദ എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. ദ മൂൺസ് നോൺ ലൂമിനസ് നേച്ചർ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. റൈറ്റ് 2 more ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൂൺ. ഇനി എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂണ്, ചന്ദ്രൻ. അത് നമുക്കറിയാം. അപ്പോൾ മൂണിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂണ് നോൺ ലൂമിനസ് ആണ്, അതായത് സ്വയം പ്രകാശിക്കില്ല. നമ്മൾ മൂണിൻ്റെ ലൈറ്റ് എന്ന് കാണുന്നത് എന്താണ്? സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ തട്ടിയിട്ട് നമ്മളിലെത്തുമ്പോഴാണ് നമ്മൾ മൂണിന് ലൈറ്റ് ഉള്ളതുപോലെ നമുക്ക് തോന്നണത്. ബട്ട് അത് മൂണിൻ്റെ ലൈറ്റ് അല്ല. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. ദെൻ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? മൂണിനൊരു സ്ഫെറിക്കൽ ഷേപ്പാണുള്ളത്, നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ മൂൺ എന്ത് ചെയ്യുന്നു? ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. മൂൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ എർത്ത്. ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. വേറെ എന്തെല്ലാം നമുക്ക് പറയാൻ വേണ്ടി പറ്റും? സൈസ് ഓഫ് ദ മൂൺ ഈസ് എബൌട്ട് 1/4 ദ സൈസ് ഓഫ് ദ എർത്ത് ആൻഡ് ദെൻ വെയ്റ്റ് ഈസ് എബൌട്ട് 1/8 ദാറ്റ് ഓഫ് ദ എർത്ത്. മൂണിൻ്റെ സൈസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഭൂമിയുടെ 4/1 സൈസാണ് മൂണിലുള്ളത്. ദെൻ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ 8/1 വെയിറ്റാണ്. അത്രയും വെയിറ്റാണ് മൂണിനുള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോയിന്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതിയാൽ മതി, എല്ലാം എഴുതണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും 2 പോയിന്റ് നമുക്ക് എഴുതാവുന്നതാണ്. സോ അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിലെ മിസ്സിംഗ് പാർട്സ് എഴുതി കംപ്ലീറ്റ് ആക്കുക. സോ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് സാറ്റലൈറ്റും അതിൻ്റെ യൂസുമാണ് ടേബിളിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻസാറ്റ്. ഇൻസാറ്റിൻ്റെ യൂസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മേജർ യൂസസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അയച്ച ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ്. ദെൻ അടുത്തത് ആസ്ട്രോണമിക്കൽ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്ട്രോണമിക് സ്റ്റഡിക്ക് വേണ്ടി അയച്ചത് ആസ്ട്രോസാറ്റ്. അപ്പോൾ ബി ഈസ് ആസ്ട്രോസാറ്റ്. ദെൻ ജിസാറ്റ് 7ൻ്റെ യൂസ് എന്താണ്? ജിസാറ്റ് 7 ഡിഫെൻസുമായി റിലേറ്റഡ് ആയിട്ട് അയച്ചതാണ്. ഡിഫെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചതാണ് ജിസാറ്റ് 7. സോ അത് സിയിൽ എഴുതാം. അപ്പോൾ അതാണ് എ ക്വസ്റ്റ്യൻ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. അപ്പോൾ GPS-ന് സിമിലറായിട്ട് നമ്മൾ ഇന്ത്യയിൽ നേറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. എന്താണ്? IRNSS അല്ലേ? IRNSS എന്തായിരുന്നു അതിൻ്റെ ഫുൾ ഫോം? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ അതാണ് ബിയുടെ ആൻസർ. ദെൻ സി എന്താണ്? റോക്കറ്റ് ലോഞ്ചസ് ആർ ക്യാരിഡ് ഔട്ട് ഫ്രം സ്പെസിഫിക് സെൻറ്റേഴ്സ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെൻറ്റർ ഇൻ അവർ കൺട്രി ഈസ് പ്രൊവൈഡഡ് ബിലോ. അപ്പോൾ നമ്മുടെ സ്പേസ് സെൻറ്ററുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഠിച്ചത് 2 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തുമ്പയിലുള്ളതും പിന്നെ ശ്രീഹരിക്കോട്ടയിലുള്ളതും. അപ്പോൾ ഇതിൽ ഏതിൻ്റെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പേര് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിൽ. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. അപ്പോൾ ഇത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ?
സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റോക്കറ്റ് ലോഞ്ച് സെൻറ്റർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സോ അത് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി അല്ലേ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമിൻ ദ ഇമേജ് പ്രൊവൈഡഡ് ഹിയർ. ഈ പിക്ചർ നോക്കാം. ഈ പിക്ചർ ടെക്സ്റ്റിലുള്ള പിക്ചർ തന്നെയാണല്ലോ അല്ലേ. ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് വാട്ട് എ ആൻഡ് ബി റെപ്രസെൻറ്റ് ഇൻ ദ ഇമേജ്. എയും ബിയും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ എന്താണ്? റാഡിക്കിൾ ആണല്ലേ. ബിയോ? ബി കോട്ടിലിടനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഒക്യൂറിങ് ഇൻ ഈച്ച് പാർട്ട്. ഈ ഓരോ പാർട്ടിനും എയ്ക്കും ബിക്കും എന്താണ് വ്യത്യാസം വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എ എന്താണ്? റാഡിക്കിൾ. റാഡിക്കിൾ എന്തായിട്ട് മാറും? ദ റാഡിക്കിൾ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റാഡിക്കിള് പ്ലാന്റ് വലുതാകുമ്പോൾ പ്ലാന്റിൻ്റെ റൂട്ടായിട്ട് മാറും. ദെൻ കോട്ടിലിടനോ? The growing plant consumes the food stored in the cotyledon or endosperm until photosynthesis is fully functional. അപ്പോൾ ഗ്രോയിങ് പ്ലാന്റിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ? കോട്ടിലിഡൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷനായിട്ടുള്ളത്. അപ്പോൾ റാഡിക്കിൾ റൂട്ടായിട്ട് മാറും. കോട്ടിലിഡൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ഫുഡ് ഫോർ ദ ഗ്രോയിങ് പ്ലാന്റ് ആൻഡ് ഇറ്റ് ബിക്കംസ് സ്മോൾ എന്ന് പറയാം അല്ലേ. സോ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം. താങ്ക് യു.